ഡോക്ടർ മൂപ്പൻസ് ഗ്രൂപ്പ് ഹെൽത്ത് വാച്ചിലേക്ക് ഡോക്ടർ ജോൺ ജോർജ് ഇമ്മട്ടിക്ക് സ്വാഗതം. താങ്ക് യു. ഇവിടെ പ്രേക്ഷകർ ഈ ഹെൽത്ത് വാച്ചിൽ ചർച്ച ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ട് നിരവധി വിഷയങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. വിഷയങ്ങൾ രോഗങ്ങളെക്കുറിച്ചാവാം, കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാവാം, കാരണങ്ങളെക്കുറിച്ചാവാം. ഇങ്ങനെ പ്രത്യേകിച്ച് ഗൾഫ് ജീവിതവുമായി ബന്ധപ്പെടാവുന്ന ഒരുപാട് രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഒക്കെ വിഷയമായി പ്രേക്ഷകർ നിർദ്ദേശിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യക്തമായ രൂപം പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുമുണ്ട്. ഇപ്പോൾ ഡോക്ടർ ജോൺ ജോർജിനോട് നിർദ്ദേശിക്കാനുള്ള, പലരും നിർദ്ദേശിച്ച ഒരു സുപ്രധാനമായ വിഷയമുണ്ട്. ഗൾഫ് ജീവിതത്തിൽ വളരെ പേർക്ക്, നിരവധി പേർക്ക് വളരെ കോമണായി കാണാവുന്ന എന്ന് തന്നെ പറയാവുന്ന പൈൽസ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഈ പൈൽസ് എങ്ങനെ ഉണ്ടാവുന്നു, അത് ഏതുതരം കോംപ്ലിക്കേഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ അതിന് കാണുന്ന രൂപം എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ അറിയാനാണ് താല്പര്യം. എന്താണ് ഈ പൈൽസ് എന്നത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ പൈൽസ് എന്ന അസുഖം? പൈൽസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിലുള്ള രക്തക്കുഴലിൻ്റെ വെരിക്കോസിറ്റി ആണ് പൈൽസ് ആയിട്ട് കണക്കാക്കുന്നത്. സാധാരണയായി ഇത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ. പുറമേ കാണുന്ന പൈൽസ് എക്സ്റ്റേണൽ പൈൽസ്, അകത്ത് കാണുന്നത് ഇൻറ്റേർണൽ പൈൽസ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് സാധാരണയായി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ശതമാനക്കണക്കോ അതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? എത്ര പേർക്ക്, എത്ര പേരിലോ? സാധാരണയായി കൂടുതലും ഇൻറ്റേർണൽ പൈൽസ് ആണ് കാണുന്നത്. ഇൻറ്റേർണൽ പൈൽസ് വളരെ കാലം ചികിത്സയില്ലാതെ ഇരിക്കുമ്പോൾ അത് വലുതായിട്ടാണ് പുറത്തേക്ക് വന്ന് എക്സ്റ്റേണൽ പൈൽസ് ആകുന്നത്. അപ്പോൾ ഇപ്പോൾ 100 പേരെ മൊത്തത്തിലെടുത്താൽ എത്രത്തോളം ആളുകൾക്ക് ഇതിൻ്റെ ഒരു പൈൽസ് ബാധ അല്ലെങ്കിൽ പൈൽസ് ലക്ഷണങ്ങൾ കാണാൻ അവരുടെ അനുഭവത്തിൽ? ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ 30% ആൾക്കാർക്കും ഗൾഫ് രാജ്യങ്ങളിൽ പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 100 പേരെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 70-80% ആൾക്കാർക്കും പൈൽസിൻ്റെ ലക്ഷണങ്ങൾ കാണും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും രോഗലക്ഷണം, പ്രധാനമായിട്ടും മലദ്വാരത്തിൽ നിന്നുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ മലദ്വാരത്തിൽ നിന്ന് തള്ളി വരുന്ന ഒരു ലക്ഷണം, അല്ലെങ്കിൽ ഡിസ്ചാർജ്, ഇച്ചിങ് അഥവാ ചൊറിച്ചിൽ, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇതിന് വ്യക്തമായി നിർവചിക്കപ്പെട്ട മരുന്നുകളെന്ന് സർവ്വസാധാരണമാണല്ലേ? അതെ. അപ്പോൾ ഇത്രയും പേർക്ക് ഇങ്ങനെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗം, ഇത് ടെൻഷനുമായി ബന്ധപ്പെടുന്നതാണെന്ന് ചിലർ പറയാറുണ്ട്. സാധാരണ എന്തെങ്കിലും ടെൻഷനായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് പ്രധാനമായിട്ടും കോൺസ്റ്റിപ്പേഷൻ അഥവാ ശരിയായ മലശോധന ഇല്ലാതെ ആണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ അമിതമായ തടി, ഗർഭകാലത്ത്, പിന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ അധിക ഉപയോഗം കൊണ്ടും ഇത് വന്നു കഴിഞ്ഞാൽ ചിലരിതിനെ വളരെ ആശങ്കയോടെ കാണും. ചിലർ പുറത്തു പറയാതെ കണ്ട് കഴിച്ചു കൂട്ടാൻ നോക്കും. ചിലർ വളരെ ഗൗരവത്തിലെടുത്ത് ഡോക്ടറെ അടുത്തേക്ക് പോകും. വ്യക്തമായ മരുന്നുകളൊക്കെ ലഭ്യമാണോ അതിന്? ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, പൈൽസ് വളരെ അവസാന സ്റ്റേജിലാണ് ഡോക്ടറെ സമീപിക്കാറുള്ളത്. മിക്കവാറും നാണംകേട് കൊണ്ടായിരിക്കാം, എല്ലാവരോടും പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരുമാതിരി രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രമാണ് രോഗി ഡോക്ടറെ കാണുന്നത്. പൈൽസ് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് മലദ്വാരത്തിൽ ഉള്ള പൈൽസ്, അതിന് സ്റ്റേജ് 1 എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് 2, അതായത് മലദ്വാരത്തിൽ നിന്ന് വെളിയിൽ വന്ന് താനെ അകത്ത് പോകും. സ്റ്റേജ് 3 ആണെങ്കിൽ വിരലുകൊണ്ട് തള്ളി അകത്ത് കയറ്റേണ്ടി വരും. സ്റ്റേജ് 4 ആണെങ്കിൽ സദാ പുറത്ത് തന്നെ കിടക്കും. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ്. സാധാരണ ഫസ്റ്റ് സ്റ്റേജ് പൈൽസ് മരുന്ന് കൊണ്ട് തൽക്കാല ശമനം കിട്ടാൻ സാധ്യതയുണ്ട്. ലേപനങ്ങൾ പുരട്ടുകയും മലം മുറുകാതെ നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ഇതിൽ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുകയും പിന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും. സെക്കൻഡ് സ്റ്റേജ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റേജിൽ എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മരുന്നുകൾ ഫലപ്രദമാകുകയില്ല. ഇപ്പോൾ പത്രപരസ്യങ്ങളിലൊക്കെ നിരന്തരം കാണാറുണ്ട്, ഓപ്പറേഷൻ കൂടാതെ പൈൽസ് സുഖപ്പെടുത്താം എന്നുള്ള. അതൊരു കച്ചവടവൽക്കരണത്തിൻ്റെ ഒരു മുഖമുദ്രയായി കൂടി ഇപ്പോൾ മിക്ക പത്രങ്ങളിലും വരുന്നൊരു പരസ്യമാണത്. ഓപ്പറേഷൻ കൂടാതെ. അപ്പോൾ ഓപ്പറേഷൻ്റെ വകുപ്പും അതിനകത്തുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയുക? അത് മുൻപ് കാലത്ത് ഓപ്പറേഷൻ വളരെ കോമൺ ആയിട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് വന്ന കാരണം പൈൽസിൻ്റെ ഓപ്പറേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്നു.
പൈൽസിൻ്റെ ഓപ്പറേഷൻ അവസാന റിസോർട്ടും ആയിട്ട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പലതരം വിവിധതരം ഓപ്പറേഷനുകൾ ഇല്ലാത്ത ചികിത്സാ രീതി ഇപ്പോൾ ലഭ്യമാണ്. ഫസ്റ്റ് സ്റ്റേജ് പൈൽസ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ, അതായത് പൈൽസിലേക്ക് കെമിക്കൽസ് ഇഞ്ചക്ട് ചെയ്യും. അതിന് ഇഞ്ചക്ഷൻ സ്ക്ലീറോതെറപ്പി എന്ന് പറയും. പിന്നീട് വേറൊരു മോഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ പൈൽസിൻ്റെ ബേസിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ള ചികിത്സയുണ്ട്. അതിന് ബാൻഡ് ലൈഗേഷൻ എന്ന് പറയും. മൂന്നാമതായിട്ട് ഗ്യാസ് വെച്ച് ഒരു ക്രയോ പ്രോബ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പൈൽസിനെ ഫ്രീസ് ചെയ്യും. ഇതിന് മലയാളത്തിൽ സാധാരണ കരിക്കൽ ചികിത്സ എന്ന് പറയുന്നു. ഇതും വളരെ ഇഫക്റ്റീവാണ്. ഈ പിന്നെ പറയാറുണ്ട് ഈ ഇരുന്ന് ഉള്ള ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ഇത് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ പോസ്റ്ററുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്? സാധാരണ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന കണ്ടക്ടേഴ്സ്, അപ്പോഴാണ് വെയിനിൽ കൂടുതൽ പ്രഷർ വരുന്നത്. നിന്നും കൂടുതൽ ജോലി ചെയ്യുന്നവർക്കാണ് വളരെ കൂടുതലായിട്ട്. ഇരുന്നുള്ളവർക്കും ഉണ്ടാവാം. പക്ഷെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാരണം ആൾക്കാർ വെള്ളം കുടിക്കാൻ പൊതുവെ താല്പര്യം കുറവാണ്. മിക്കവാറും സെൻട്രൽ എ സിയിലായിരിക്കും. കൂടാതെ ഡ്രൈ ഫുഡാണ് ഇവിടുത്തെ, അത് ഒരു പ്രത്യേക കാരണമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ഭക്ഷണക്രമം ഇതൊക്കെ ഒഴിവാക്കാൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്? ഭക്ഷണക്രമം ഫൈബർ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കും. നാരുകൾ, വെജിറ്റബിൾസ്. അത് ഭക്ഷണ റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല. ഇത് ആഡ് ചെയ്താൽ മതി. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. വെച്ചാൽ മലത്തിൻ്റെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിന് മെയിൻ കാരണം മലം ഡ്രൈ ആവുന്നതാണ്. അതിൻ്റെ മെയിൻ കാരണം വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ക് വെച്ച് അങ്ങനെ പറഞ്ഞു വെക്കാനോ പറ്റുമോ? ഒരു 10 ഗ്ലാസ്സോ 8 ഗ്ലാസ്സോ? അതെ, ഒരു 2-നും 3-നും ഇടയ്ക്ക് ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ അതൊരു വലിയ പാഠമായി ഇവിടെ മാറേണ്ടതാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അല്ലേ. ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ തണുപ്പിൻ്റെ അവസ്ഥയാണ് റൂമുകളിൽ. AC പ്രവർത്തിക്കുന്നതുകൊണ്ട് പകൽ പുറത്തിറങ്ങിയാൽ അതികഠിനമായ ചൂടുമാണ് മിക്ക അവസരങ്ങളിലും. അപ്പോൾ വെള്ളം ശരീരത്തിനകത്ത് പരമാവധി ചെല്ലാനുള്ള ഒരു ബോധവൽക്കരണം അനിവാര്യമായിരിക്കുകയാണ്. പിന്നെ ഈ ഓപ്പറേഷൻ കൂടാനുള്ള ചികിത്സാ രീതി എല്ലാം ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നടത്തി തീർക്കാവുന്ന. രോഗിക്ക് ലീവ് എടുക്കേണ്ട, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമില്ല, വേദനയില്ല. ഇതിലും തന്നെ പുതിയതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പലതും വന്നിട്ടുണ്ട്. ലേസർ, ഇൻഫ്രാറെഡ് കൊയാഗുലേഷൻ, ഇതെല്ലാം ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. ഗൾഫിലുമൊക്കെ പല ക്ലിനിക്കുകളിലുമൊക്കെ ലഭ്യമാണ്. എല്ലാ ക്ലിനിക്കും ഒരുമാതിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കുകളിലെല്ലാം ഇത് ലഭ്യമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ളൊരു ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഏതായാലും പൈൽസിനെ കുറിച്ച് പലരും പുറത്തങ്ങനെ പറയാൻ ഡോക്ടർ പറഞ്ഞ പോലെ മടിച്ചുകൊണ്ടിരിക്കുന്ന, സങ്കീർണമായി എന്നാൽ പിന്നീട് മാറാൻ സാധ്യതയുള്ള ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും കാരണങ്ങളും അതെങ്ങനെയൊക്കെ ദൂരീകരിക്കാമെന്നുള്ളൊരു ചിത്രവും നൽകിയതിലൂടെ ഒരു പുതിയ അവയർനെസ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർക്ക് താങ്ക് യു വെരി മച്ച്.